സഹോദരങ്ങളെ, തൃപ്രയാറിൽ നവോത്ഥാന വേദി വളരെ കാലിക പ്രസക്തമായ വിഷയങ്ങളെ മുൻനിർത്തിക്കൊണ്ട് സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ചർച്ചാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള എൻ്റെ സന്തോഷവും കൃതജ്ഞതയും ആദ്യം തന്നെ രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ഇപ്പോൾ ഇവിടെ സൂചിതമായതുപോലെ വളരെ നിർണായകമായ സാമൂഹ്യ രാഷ്ട്രീയ സന്ദർഭത്തിലൂടെയാണ് നമ്മുടെ സംസ്ഥാനം പ്രത്യേകിച്ചും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ നവോത്ഥാന ആധുനികത അത് ഏറ്റവും വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ മുഹൂർത്തത്തിൽ തന്നെയാണ് നവോത്ഥാന വേദി അവസരത്തിന് ഉചിതമായ രീതിയിലുള്ള ഈ സംവാദത്തിലേക്ക് കടന്നിരിക്കുന്നത് എന്നത് വളരെ പ്രതീക്ഷ തരുന്ന ഒരു കാര്യമാണ്. കാരണം കേരളത്തിൻ്റെ അടിസ്ഥാന സംസ്കാരം, ജനായത്തബോധം, ഇതൊക്കെ നമുക്ക് ആരുടെയെങ്കിലും ഔദാര്യത്തിലൂടെയോ അല്ലെങ്കിൽ കാലാനുസാരിയായ ചില ഭരണപരിഷ്കാരങ്ങളിലൂടെയോ മാത്രം കൈവന്നത് അല്ല. അത് യഥാർത്ഥത്തിൽ നിരവധിയായ പോരാളികളുടെ ജനായത്വത്തിനും മനുഷ്യാവകാശങ്ങൾക്കും വേണ്ടി തലമുറകൾ സമരം ചെയ്ത് ജീവാർപ്പണം ചെയ്ത് ജീവത്യാഗത്തിലൂടെ നേടിയെടുത്തിരിക്കുന്ന ഒരു സാമൂഹ്യ പുരോഗതിയും സമഭാവനയുമാണ് യഥാർത്ഥത്തിൽ കേരളത്തെ കേരളമാക്കി മാറ്റുന്നത്. അതാണ് നമ്മൾ കേരളത്തെക്കുറിച്ചുള്ള ഒരു സങ്കല്പനം, കേരള മാതൃക, കേരള സാമൂഹ്യ സാക്ഷരത തുടങ്ങിയ നിരവധി വികസന സൂചകങ്ങളിലൂടെ നാം ലോകത്തിനു മുമ്പിൽ തെളിയിച്ചു കൊണ്ടിരുന്നതും അല്ലെങ്കിൽ ലോകം കേരളത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത് ഈ സമഭാവനയുടെ സാമൂഹ്യ ജനായത്വത്തെ, അതിൻ്റെ ആവിഷ്കാരങ്ങളെ മുൻനിർത്തിയാണ്. അപ്പം അങ്ങനെയാണ് കേരളത്തിലെ സാക്ഷരത, കേരളത്തിലെ ആരോഗ്യരക്ഷ, പ്രാഥമിക വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസ മേഖല, സ്ത്രീ സുരക്ഷ, സ്ത്രീ സമത്വം, അതുപോലെ ശിശു മരണനിരക്ക് തുടങ്ങിയ നിരവധി ആരോഗ്യരക്ഷ പരിപാലന സൂചകങ്ങൾ, ഇതൊക്കെ വെച്ചുകൊണ്ടാണ് കേരളത്തെ ഏതാണ്ട് വികസിതമായിട്ടുള്ള രാജ്യങ്ങളോടൊപ്പം റാങ്ക് ചെയ്ത് ആണ് മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ നിർഭാഗ്യകരം എന്ന് പറയാം, കഴിഞ്ഞ ഏതാനും ദശകങ്ങളിലെ പ്രത്യേകിച്ചും അയോധ്യയിലെ വിവാദ മന്ദിരത്തിൻ്റെ തകർക്കലിനെ തുടർന്നുണ്ടായ സാമൂഹ്യ രാഷ്ട്രീയ തകിടം മറിച്ചിലുകളിൽ അതിനെ തുടർന്ന് നടന്ന വിപുലമായ ഹൈന്ദവീകരണ പദ്ധതിയിലൂടെ കേരളത്തിൻ്റെ ഈ നവോത്ഥാന ആധുനികത മതേതര ചിന്തയും ജനായത്വവും സമഭാവനയും ലിംഗനീതിയും ജാതി വിരുദ്ധതയും ഒക്കെ അതിലൊക്കെ അധിഷ്ഠിതമായ കേരളത്തിൻ്റെ ആധുനികതയെ തുരങ്കം വയ്ക്കുന്ന ചാതുർവർണ്ണയത്തിൻ്റെ ശക്തികൾ കേരളത്തിലേക്ക് കടന്നുവന്ന് നിരന്തരമുള്ള പ്രചാരണ പരിപാടികളിലൂടെ ഏറ്റവും അടിത്തട്ടിലുള്ള ജനങ്ങളിൽ, ഏറ്റവും പ്രാന്തീകൃതരായ ജനവിഭാഗങ്ങൾക്കിടയിൽ പോലും അവർ നടത്തിയ വളരെ വളരെ കൗശലപൂർണമായ, വളരെ കൗടില്യ ചാണക്യ കൗശല തന്ത്രങ്ങളിലൂടെ അവർ ആവിഷ്കരിച്ച ആ ഹൈന്ദവീകരണ പദ്ധതിയുടെ ഒരു ഒരു ഉത്തുംഗ മുഹൂർത്തത്തിൽ ഇവിടുത്തെ നിയമവാഴ്ചയെ തന്നെ അട്ടിമറിക്കാവുന്ന രീതിയിലേക്ക് ജനാധിപത്യ വിരുദ്ധതയുടെയും നീതിവിരുദ്ധതയുടെയും ലിംഗനീതിക്കും മാനവികമായ സാമാന്യ നീതിക്കും ഒന്നും നിരക്കാത്ത രീതിയിലുള്ള പ്രാകൃത സമൂഹത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് എന്ന നിലയിലുള്ള ഒരു ആചാര ലഹളയ്ക്ക് ഇവിടെ തുറക്കം കുറിച്ചിരിക്കുകയാണ്.
അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് സംഭവിച്ചത് ഞാൻ ഈ പറഞ്ഞ 1990-കൾ മുതൽ അരങ്ങേറിയ മണ്ഡൽ വിരുദ്ധ ദ്വിജസമരങ്ങളുടെ തുടർച്ചയായി വന്ന രഥയാത്രകളും മറ്റ് വിപുലമായ ഹൈന്ദവീകരണ പദ്ധതികൾ, മണ്ഡലീകരണത്തിനെ ചെറുക്കുവാനായിട്ട് അല്ലെങ്കിൽ അതിനെ തുരങ്കം വയ്ക്കുവാനായി പരിവാര ഹിന്ദുത്വവാദ ശക്തികൾ ഇന്ത്യയിൽ ആവിഷ്കരിച്ച മന്ദിരീകരണത്തിൻ്റെ, ക്ഷേത്രവൽക്കരണത്തിൻ്റെ രാഷ്ട്രീയമാണ് യഥാർത്ഥത്തിൽ ഇവിടെ വന്ന് കൊടുമ്പിരിക്കൊണ്ട് നിൽക്കുന്നത്. ക്ഷേത്രവൽക്കരിക്കുക, ഹൈന്ദവീകരിക്കുക. യഥാർത്ഥത്തിൽ ചരിത്രപരമായി ഹിന്ദുക്കളല്ലാത്ത ബഹുജനങ്ങളെ ഹൈന്ദവരായി ഒരു വിപുലമായ ഒരു ഹൈന്ദവ സ്വത്വവാദം അവരുടെ മുകളിലേക്ക് അടിച്ചേൽപ്പിച്ചുകൊണ്ട് വളരെ, ഞാൻ പറഞ്ഞതുപോലെ, അടിത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് തന്നെ, അതാണ് ഈ പറയുന്ന വിവിധമായിട്ടുള്ള പരിവാരത്തിൻ്റെ ഔട്ട്ഫിറ്റുകൾ. ഇത്രയധികം ഹനുമാൻ വാനര സേനകളും അതുപോലെ ആദിവാസികൾക്കിടയിൽ തന്നെ പ്രവർത്തിക്കുന്ന വനവാസി കല്യാണ യോജന അടക്കമുള്ള ആവിഷ്കാര പ്രവർത്തന പദ്ധതികളും പഥസഞ്ചലനങ്ങളും ശിലാന്യാസങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടാണ് വിവിധ തലങ്ങളിലൂടെ സ്ത്രീകൾക്കിടയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ, ദളിതർക്കിടയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ. ഇപ്പോൾ ഘർവാപ്പസി പോലെയുള്ള 2-3 വർഷം മുൻപ് ഇറക്കി ഏതാണ്ട് പരാജയപ്പെട്ട് പോയ അല്ലെങ്കിൽ കേരള സമൂഹത്തിന് സമർത്ഥമായി ചെറുക്കാൻ കഴിഞ്ഞ ഘർവാപ്പസി പോലെയുള്ള പ്രചാരണ പരിപാടികൾ, അതിലേറ്റവും സമർത്ഥമായി ഇപ്പോൾ വിജയം കണ്ടിരിക്കുന്നത് ഏറ്റവും അടിത്തട്ടിലുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രാന്തീകൃതരായ ആദിമനിവാസികളുടെ ഇടയിൽ നടത്തിയ പരിപാടിയാണ്. അപ്പോൾ ഇതൊക്കെ നിശബ്ദമായി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഓരങ്ങളിലുള്ള കാസർഗോട്ടെയോ തുളുനാട്ടിലെയോ വയനാട്ടിലെയോ ഇടുക്കിയിലെയോ ഒക്കെ പ്രാന്തീയ പ്രദേശങ്ങളിൽ കാട്ടിനുള്ളിലോ അരികുകളിലോ ഉള്ള ആദിവാസി ജനതയ്ക്കിടയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നാം ആരും അന്വേഷിച്ചിരുന്നില്ല. നാം ഈ പറഞ്ഞ കേരള വികസന മാതൃകയുമായി മുന്നോട്ട് പോവുകയും അതിൽ തന്നെ ഇന്ത്യയിലെ സാമൂഹ്യ അസമത്വത്തിൻ്റെ ആധാരമായ ജാതിയെയും ചാതുർവർണ്ണത്തെയും ബ്രാഹ്മണിക ആൺകോയ്മ എന്ന് പറയുന്ന ജാതിയുടെയും ലിംഗത്തിൻ്റെയും ഇരട്ട ശ്രേണീകരണ പദ്ധതിയെക്കുറിച്ചുള്ള നിശബ്ദതയും മൗനവും അതിനെക്കുറിച്ചുള്ള അജ്ഞതയും, സമ്മതമായ അജ്ഞതയും കണ്ണടച്ചിരുട്ടാക്കലുമൊക്കെ ഒരു സാമാന്യ ബോധമാക്കി മാറ്റിക്കൊണ്ട്, ഒരു ഹൈന്ദവ സാമാന്യ ബോധത്തെ അല്ലെങ്കിൽ ഒരു ജാതി ഹിന്ദു സമവായത്തെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് അതിൻ്റെ എന്താണ് ആവർത്തനമോ അതിൻ്റെ പ്രക്ഷേപണമോ നടത്തിക്കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഫാഷിസത്തെ, ബ്രാഹ്മണ്യം എന്ന് പറയുന്ന അല്ലെങ്കിൽ ബ്രാഹ്മണ്യ മൂല്യവ്യവസ്ഥ എന്ന് പറയുന്ന ഈ ബ്രാഹ്മണിസത്തിൻ്റെ മൂല്യങ്ങൾക്ക്, വിഭജന മൂല്യങ്ങൾക്ക്, ചാതുർവർണ്ണയത്തിൻ്റെ ശ്രേണീകൃത അസമത്വത്തിൻ്റെ, ഗ്രേഡഡ് ഇനീക്വാളിറ്റി എന്ന് അംബേദ്കർ വിശദീകരിച്ച ആ ചാതുർവർണ്ണയത്തിൻ്റെ വിഭജന തന്ത്രങ്ങൾക്ക്, സാമൂഹ്യ വിഭജന പ്രയോഗ പദ്ധതിക്ക് ഇത്രമാത്രം ആക്കം കിട്ടുകയും ജനങ്ങളെ, ബഹുജനങ്ങളെ വിഭജിപ്പിക്കുകയും അവരെ ഹൈന്ദവീകരിക്കുകയും അപരവൽക്കരണത്തിൻ്റെ അതിഭീകരമായ അപമാനഭീകരണ വ്യവഹാരങ്ങളെ അഴിച്ചുവിടുകയും ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ, ഇന്ത്യയിലെ ദലിതരെ, ഇന്ത്യയിലെ സ്ത്രീകളെ ഒക്കെ തന്നെ അപരവൽക്കരിക്കുന്ന വളരെ ഭീകരമായ അപരവൽക്കരണ വ്യവഹാരങ്ങൾ, ഒരു വശത്ത് അത് മൃഗവൽക്കരണമായിരിക്കാം, മറുവശത്ത് അത് രാക്ഷസീകരണമായിട്ട് മാറും, വേറൊരു വശത്ത് സ്ത്രീകളെ സംബന്ധിച്ച അശുദ്ധിവാദങ്ങളാണ് ബ്രാഹ്മണ്യത്തിൻ്റെ ഏറ്റവും ഹിംസാത്മകമായ അശുദ്ധി ഹിംസാവാദങ്ങളായിട്ടാണ് അത് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി വ്യാവഹാരികമായിട്ടുള്ള ആഖ്യാന വ്യാഖ്യാന പദ്ധതികളിലൂടെയാണ് വളരെ സമയമെടുത്തുകൊണ്ട്, വളരെയധികം പതിറ്റാണ്ടുകൾ എടുത്തുകൊണ്ട് 1990-കളിൽ തുടങ്ങുന്ന ആ പരിപാടി ഇപ്പോൾ കേരളത്തെ പോലും പിടിച്ചു കുലുക്കുന്ന രീതിയിലേക്ക് വന്നിരിക്കുകയാണ്. ഒരു ആചാരത്തിൻ്റെ നൂലിൽ കേരളത്തെ കുരുക്കാം എന്നുള്ള വ്യാമോഹത്തിലേക്കാണ് യഥാർത്ഥത്തിൽ ഹൈന്ദവ ശക്തികൾ ഇവിടെ ഈ ഗൊഗ്വ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ആചാരത്തിൻ്റെ നൂലിൽ
സമൂഹത്തെ, ജനതയെ കെട്ടിയിടാൻ പറ്റില്ല എന്ന് നമ്മൾ നവോത്ഥാനത്തിൽ തന്നെ ആശാനെ പോലെയുള്ള കവികൾ എഴുതിയിട്ടുള്ളതാണ്, 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ. ഈ ചട്ടങ്ങളെ മാറ്റിയില്ലെങ്കിൽ ആ ചട്ടങ്ങൾ തന്നെ നിങ്ങളെ, ചട്ടക്കാരെ മാറ്റും എന്ന പ്രസ്താവന ഇവിടെ ഓർമ്മിക്കാവുന്നതാണ്. പക്ഷേ ആ ജീർണമായ നൂലിൻ്റെ ശുദ്ധി അശുദ്ധിവാദം അത് യഥാർത്ഥത്തിൽ അടിത്തട്ടിലുള്ള ജനങ്ങളിലേക്ക് വേര് പടർത്തിയിരിക്കുകയാണ്. അപ്പം അതാണ് യഥാർത്ഥത്തിൽ നാം ചിന്തിക്കേണ്ടത്. അതുകൊണ്ടാണ് ഇപ്പോൾ ബ്രാഹ്മണിസം എന്ന വാക്ക് തന്നെ ചർച്ചയ്ക്കെടുത്തുകൊണ്ട് ഇവിടെ ബ്രാഹ്മണിസം ഉണ്ടോ എന്ന് പലർക്കും ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ, അല്ലെങ്കിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ കേരളത്തിലും മറ്റും ബ്രാഹ്മണിസം പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് സംശയം കൂറിയ ആൾക്കാരായിരുന്നു ഇവിടുത്തെ അക്കാദമികളിലും ഇവിടുത്തെ സർവകലാശാലകളിലും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഗവേഷകരും വിദ്യാർത്ഥികളും അധ്യാപകരുമൊക്കെ തന്നെ. ഞാൻ തന്നെ പണിയെടുത്ത് ജീവിക്കുന്നതുകൊണ്ട് കേരളത്തിലെ പല സ്കൂളുകളിലും സർക്കാർ കോളേജുകളിലും സർവകലാശാലകളിലൊക്കെ ഞാൻ പണിയെടുത്തിട്ടുള്ളതുകൊണ്ട് ഞാൻ നിരന്തരം കേട്ടുകൊണ്ടിരുന്ന ഒരു വാദമാണ്. കാരണം ഞാൻ ജാതിയെക്കുറിച്ചും ലിംഗ അസമത്വത്തെക്കുറിച്ചും ബ്രാഹ്മണിസത്തെക്കുറിച്ചുമുള്ള വിമർശ പഠനങ്ങളാണ് എൻ്റെ ഡോക്ടറൽ ഗവേഷണത്തിനായി തന്നെ തിരഞ്ഞെടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എഴുതിക്കൊണ്ടിരുന്ന കാര്യങ്ങളും ബ്രാഹ്മണിക ആൺകോയ്മയെ പ്രശ്നവൽക്കരിക്കുന്നതും രൂക്ഷമായി വിമർശിക്കുന്നതുമായ കാര്യങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും അധികം എൻ്റെ സഹപ്രവർത്തകരിൽ നിന്നും അധ്യാപകരിൽ നിന്നും ഒക്കെ നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു ചോദ്യം, ഇപ്പോൾ വടക്കേന്ത്യൻ മാതൃകയിൽ അംബേദ്കറോ ഡി കോസാംബിയോ ഒക്കെ എഴുതിയതുപോലെ ബ്രാഹ്മണിസത്തെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യേണ്ടതുണ്ടോ? ബ്രാഹ്മണിസം എന്ന ഒന്ന് കേരളത്തിലുണ്ടോ? ബ്രാഹ്മണ സമുദായം ഒന്നടങ്കം ഇവിടെ സാധുജനങ്ങളായി മാറിയില്ലേ എന്നൊക്കെയുള്ള വാദങ്ങളാണ്. അവരൊരു മൈനോറിറ്റി അല്ലേ എന്ന് ന്യൂനപക്ഷ പ്രശ്നം ഉയർത്തിക്കൊണ്ടുപോലും വാദിക്കുന്ന പല വരേണ്യരായ അഭിജാത അധ്യാപകരെയും നമുക്ക് അക്കാദമികളിൽ കാണാം. ഇതേ ചോദ്യം ചോദിച്ചുകൊണ്ട് ബ്രാഹ്മണ്യ വിമർശം, ജാതി ഹിന്ദുത്വത്തിൻ്റെ പ്രശ്നങ്ങളെ ഉന്നയിക്കുന്ന, എഴുത്തുകളെ പൂഴ്ത്തിവെക്കുന്ന പത്രാധിപന്മാരും മാധ്യമ പ്രവർത്തകരും കേരളത്തിൽ ധാരാളമായി. അപ്പോൾ മാധ്യമ ഡെസ്കുകളാകട്ടെ, അക്കാദമിക സ്ഥാപനങ്ങളാകട്ടെ, അവിടെയൊക്കെ തന്നെ ഒരു ഹൈന്ദവമായ സമവായമായിരുന്നു. യഥാർത്ഥത്തിലുള്ള മതേതര ചിന്തയല്ല, മറിച്ച് ഹൈന്ദവ ഉദാരതയുടെ ഒരു മതേതര വരണ്യവാദമായിരുന്നു യഥാർത്ഥത്തിൽ ജാതിയെക്കുറിച്ചും മത ധ്രുവീകരണങ്ങളെക്കുറിച്ചും പ്രാന്തീകരണത്തെക്കുറിച്ചും ബ്രാഹ്മണ്യത്തെക്കുറിച്ചുമൊക്കെയുള്ള ചർച്ചകളെ അസ്ഥിരപ്പെടുത്തിക്കൊണ്ട്, അസാധുവാക്കിക്കൊണ്ട്, അതിനെ തടഞ്ഞു വെച്ചുകൊണ്ട്, അതിനെ മനഃപൂർവ്വം നിശബ്ദമാക്കിക്കൊണ്ട് ജാതിയെ പ്രശ്നവൽക്കരിക്കുന്ന വ്യവഹാരങ്ങളെ, വിമർശ വീക്ഷണങ്ങളെ, പ്രത്യേകിച്ചും ജാതി ഹിന്ദുത്വത്തെ ആക്രമിക്കുന്ന, സാമൂഹ്യ വിമർശം ചെയ്യുന്ന നിരീക്ഷണങ്ങളെയും എഴുത്തുകളെയും ബോധപൂർവം പൂഴ്ത്തിവയ്ക്കുന്ന, ബോധപൂർവം മാറ്റിവയ്ക്കുന്ന, ബോധപൂർവം സൈലൻസിലേക്ക് കൊണ്ടുപോകുന്ന, മൂകമാക്കുന്ന ഒരു പരിപാടിയായിരുന്നു യഥാർത്ഥത്തിൽ കേരളത്തിലെ അക്കാദമിക ലോകത്തും മാധ്യമ ലോകത്ത് പ്രത്യേകിച്ചും ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഫലമാണ് ഇന്നത്തെ ഈ ഹൈന്ദവീകരണം. അപ്പം യഥാർത്ഥത്തിലുള്ള നമ്മുടെ സാമൂഹ്യ ചരിത്രം, നമ്മുടെ സാംസ്കാരിക രാഷ്ട്രീയ സാമൂഹ്യ പരിവർത്തനങ്ങൾ, സമൂഹ രൂപീകരണം, ഇതിനെക്കുറിച്ചുള്ള വളരെ വിമർശബോധം കൊടുക്കുന്ന നൈതികമായ ചർച്ചകളും ഇതുപോലുള്ള സംവാദങ്ങളും പാഠപുസ്തക അറിവുകളും അല്ലെങ്കിൽ പിന്നെ ഗവേഷണ പഠനങ്ങളുടെ ഭാഗമായിട്ടുള്ള പ്രോജക്റ്റുകളും നടന്നില്ലെങ്കിൽ ഇതാണ് ഫലം. പരിപൂർണമായ ഹൈന്ദവീകരണത്തിലേക്ക്, യഥാർത്ഥത്തിൽ ഹൈന്ദവരല്ലാത്ത അവർണർ എന്ന് വിളിക്കപ്പെടുന്ന ഈ വർണ്ണവ്യവസ്ഥയ്ക്ക്, ചാതുർവർണ്ണ്യത്തിന് പുറത്തുള്ള ബഹുജനങ്ങളെയാണ് യഥാർത്ഥത്തിൽ അവർണർ എന്ന് വിളിക്കുന്നത്. ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ബഹുജനങ്ങൾ, ദലിത ബഹുജനങ്ങൾ എന്ന് പറയുന്നത്, ദലിത ബഹുജനങ്ങളും ന്യൂനപക്ഷങ്ങളും ഒക്കെ തന്നെ ആ രീതിയിൽ വർണ്ണവ്യവസ്ഥയ്ക്ക് പുറത്തുള്ളവരാണ്, ജാതിബാഹ്യരാണ്. ജാതിബാഹ്യരാം അഖിലരും എന്ന് സഹോദരൻ അയ്യപ്പൻ 1910കളിൽ തന്നെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ജാതിബാഹ്യരാം അഖിലരും ബൗദ്ധ പാരമ്പര്യമുള്ളവരാണ് എന്ന തൻ്റെ പാട്ടുകളിൽ, കവിതകളിൽ എഴുതി പാടിക്കൊണ്ട് നടന്നതാണ്. സഹോദരനെ കൊല്ലാൻ ഓടിക്കുകയാണ്,
നമ്മുടെ കാവു തീണ്ടിക്കൊണ്ടിരുന്ന കോമരങ്ങൾ ചെയ്തത് നമുക്കറിയാം. അപ്പോൾ സഹോദരൻ മാത്രമല്ല, ഇപ്പം നാരായണ ഗുരുവിൻ്റെ വിമർശ വിചാരങ്ങളെ കുറിച്ച് നാം വിചിന്തനം ചെയ്യുമ്പോൾ ഹിന്ദുമതം എന്നൊരു മതമേ ഇല്ലല്ലോ. ഉള്ളത് ഈ വൈഷ്ണവും ശൈവവും ബ്രാഹ്മണ്യ മതങ്ങളൊക്കെയാണല്ലോ ഉള്ളത്. ഹിന്ദു എന്ന വാക്ക് തന്നെ ആ നദിയെക്കുറിച്ചുള്ള, സിന്ധു നദിയെക്കുറിച്ചുള്ള പരാമർശമാണ്. പേർഷ്യക്കാരും അറബികളും അവർ അറബിക് ഭാഷയിലൊക്കെ പറഞ്ഞപ്പോൾ അത് സിന്ധുവിന് ഹിന്ദു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് സിന്ധു നദിക്ക് അല്ലെങ്കിൽ സിന്ധു തടത്തിന് ഉള്ളവരും അതിനപ്പുറത്തേക്ക് കിഴക്കോട്ടുള്ളവരെയും ഒക്കെ ഹിന്ദു എന്ന് പേർഷ്യക്കാരും അറബികളും വ്യവഹരിച്ചത്. അപ്പോൾ അതുകൊണ്ട് നാരായണ ഗുരു ചോദിക്കുന്ന ഹിന്ദു മതം എന്നൊരു മതം തന്നെ ഇല്ലല്ലോ. ഉള്ളത് യാഥാർത്ഥ്യത്തിലുള്ളത് ബ്രാഹ്മണ മതവും വൈശേഷിക മതവും ശൈവമതവും വൈഷ്ണവ മതവും ഇങ്ങനെയൊക്കെയുള്ള ശാക്തേയവും ഒക്കെ അല്ലേ എന്ന് ഒരു സംഭാഷണത്തിൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അംബേദ്കർ വിശദീകരിച്ചതുപോലെ യഥാർത്ഥത്തിൽ തൊട്ടുകൂടാത്തവർ ഹിന്ദുക്കളല്ല. അതാണ് വളരെ അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കേണ്ട ഇന്ത്യൻ സാമൂഹ്യ ചരിത്രത്തിലെ അടിസ്ഥാന വസ്തുത അതാണ്. തൊട്ടുകൂടാത്തവർ, ജാതിബാഹ്യരായ അവർണർ വർണ്ണവ്യവസ്ഥയിലുള്ളവരല്ല. അവർ ചാതുർവർണ്ണ്യത്തിൽ പെടുന്നില്ല. കാരണം ഹിന്ദുത്വത്തിൻ്റെ ആധാരമായ വൈദിക പുരുഷ സൂക്തത്തിൽ, ഋഗ്വേദത്തിലെ പുരുഷ സൂക്തത്തിലാണ് ചാതുർവർണ്ണ്യത്തിൻ്റെ ആധാരം കിടക്കുന്നത്. ബ്രാഹ്മണ്യത്തെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഇതൊക്കെ നാം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത്. ഹിന്ദുത്വത്തിൻ്റെ ആധാരം അല്ലെങ്കിൽ ബ്രാഹ്മണ്യ മതത്തിൻ്റെ ആധാരം എന്ന് പറയുന്നത് ഈ വേദങ്ങളും സ്മൃതി ശ്രുതി പുരാണങ്ങളും അടങ്ങുന്ന ഒരു പാഠാവലിയാണ്. വളരെ വിപുലമായ ആ പാഠ്യതയിലൂടെയാണ്, പാഠപരതയിലൂടെയാണ്, അല്ലെങ്കിൽ ബിംബാവലികളിലൂടെയും സങ്കല്പനങ്ങളിലൂടെയും ആഖ്യാനങ്ങളിലൂടെയും കൂടെയാണ് ഈ വലിയ വിപുലമായ ഒരു ഭൂമിശാസ്ത്രത്തെ, വിപുലമായ ഒരു സാമൂഹ്യ മേഖലയെ, ഭൂമികയെ അത് പിടിച്ചു നിർത്തിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് BC 1500 മുതൽ തുടങ്ങുന്ന വേദകാലത്ത്, BC 1500 മുതൽ ഏതാണ്ട് BC ബുദ്ധന് മുമ്പുള്ള ഏതാണ്ട് BC 8-9 നൂറ്റാണ്ട് വരെയൊക്കെ നീണ്ടു നിൽക്കുന്ന ആ കാലത്ത് രൂപീകരിക്കപ്പെട്ട, സിന്ധുതടത്തിലും ഗംഗാതടത്തിലുമൊക്കെ രൂപീകരിക്കപ്പെട്ട ഈ പറയുന്ന വൈദിക ഋക്കുകളുടെ സമാഹാരങ്ങളായ ഋഷികളുടെ ഈ പറയുന്ന വൈദിക എന്ന് പറയുന്ന വേദിക് ടെക്സ്റ്റുകളിലൂടെയാണ്. അപ്പോൾ ആ വേദങ്ങളിലെ ആദ്യത്തെ വേദമായ ഋഗ്വേദം BC 1500 പ്രത്യേകത ആ കാലത്താണ് സൈന്ധവ നാഗരികത എന്ന് പറയുന്ന ദ്രാവിഡ നദീതട സംസ്കാരം നാമാവശേഷമാകുന്നതും ഈ പറയുന്ന വേദകാലത്തിൻ്റെ ഉദയത്തോടു കൂടെയാണ്. അപ്പോൾ അത് തമ്മിൽ ബന്ധങ്ങളുണ്ട്. അത് വലിയ ഒരു ഡിബേറ്റാണ്. ഞാൻ അതിലേക്ക് ആര്യൻ ഡിബേറ്റ് അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഏതായാലും സൈന്ധവ നാഗരികതയുടെ പതനത്തിനു ശേഷം ഇവിടെ വിജൃംഭിതമായ വൈദിക സംസ്കാരത്തിൻ്റെ ആധാരമായ 4 വേദങ്ങളിൽ ആദ്യത്തെ ഋഗ്വേദത്തിലെ പുരുഷ സൂക്തത്തിലാണ് ചാതുർവർണ്ണ്യം എന്ന് പറയുന്ന ഈ സാമൂഹ്യ, ഈ ഗ്രേഡഡ് ഇനിക്വാളിറ്റിയുടെ, ശ്രേണീകൃത അസമത്വ സമൂഹഭാവനയുടെ ആധാരം, മതപരമായ സാധൂകരണവും ആധാരവും കിടക്കുന്നത്. അതാണ് പുരുഷ സൂക്തം. ഇപ്പോൾ പുരുഷ സൂക്തത്തിൽ ലോകത്തിൻ്റെ ശക്തിയെ അല്ലെങ്കിൽ പ്രപഞ്ച ചൈതന്യത്തെ ഒരു ബ്രഹ്മം എന്ന് പറയുന്ന ഒരു ദൈവസങ്കല്പമായി, ബ്രഹ്മസങ്കല്പം ഈശ്വര സങ്കല്പമായി സങ്കല്പിച്ചിരിക്കുകയും ആ ബ്രഹ്മത്തെ തന്നെ ഒരു പുരുഷനായി, ബ്രഹ്മപുരുഷനായിട്ട് സങ്കല്പിക്കുകയും വിരാട് പുരുഷൻ എന്നും മറ്റും അതിനെ വിളിക്കുകയും ആ ബ്രഹ്മപുരുഷൻ്റെ മുഖത്ത് നിന്ന്, വിവിധ ശരീരഭാഗങ്ങളിൽ നിന്ന് 4 വർണ്ണങ്ങൾ ഉണ്ടായതായ ഒരു ആഖ്യാനമാണ് പുരുഷ സൂക്തത്തിൽ കൊടുത്തിരിക്കുന്നത്. മുഖത്തുകൂടി ബ്രാഹ്മണർ എന്ന് പറയുന്ന ഈ പൗരോഹിത്യ വർണ്ണം ഉണ്ടായത്രേ, കയ്യിൽ കൂടി ക്ഷത്രിയർ ഉണ്ടായി, തുടയിൽ നിന്ന് വൈശ്യർ, വണിക്കുകളായ വൈശ്യരുണ്ടായി, കാൽപാദത്തിൽ നിന്ന് പാദജർ എന്ന് വിളിക്കപ്പെടുന്ന ശൂദ്രരുണ്ടായി എന്നാണ് അതിൻ്റെ കഥ. അല്ലെങ്കിൽ ഈ വൈദിക അല്ലെങ്കിൽ പുരുഷ സൂക്തത്തിലെ ഋഗ്വേദത്തിലെ ഭാഷ്യം, മനുഷ്യൻ്റെ ഉൽപ്പത്തിയും ഒക്കെ ആയി ബന്ധപ്പെട്ട് സമൂഹ രൂപീകരണത്തെക്കുറിച്ചുള്ള അവരുടെ വൈദിക സിദ്ധാന്തം ഇതാണ്. അപ്പോൾ ഈ 3 ത്രൈവർണികരും അവസാനം അന്ത്യജർ അല്ലെങ്കിൽ പാദജരായിട്ടുള്ള ശൂദ്രരും, ഇതാണ്
അതിൻ്റെ ഒരു പദ്ധതി, അതിൻ്റെ ക്രമീകരണം. ഇതിനകത്ത് ഏറ്റവും രസകരമായ സംഭവം, ഈ 4 വർണ്ണങ്ങളിലെ പുരുഷന്മാരാണ് ഉണ്ടാകുന്നത്. പുരുഷൻ ബ്രഹ്മം പുരുഷനാണ്. ഈ ബ്രഹ്മപുരുഷൻ വിരാട് പുരുഷൻ്റെ വിവിധ ശരീരഭാഗങ്ങളിലൂടെ 4 വർണ്ണത്തിൽപ്പെട്ട ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര വിഭാഗങ്ങളിൽപ്പെട്ട പുരുഷന്മാരാണ് അത്ര ഉണ്ടാകുന്നത്. ഇപ്പോൾ സ്ത്രീകളും ലോകത്ത് പകുതിയിലധികം, നമുക്കറിയാം ഇന്ത്യൻ സമൂഹത്തിലേതുപോലെ തന്നെ പകുതിയിലധികം ജനസംഖ്യ സ്ത്രീകളാണ്. അപ്പോൾ ഈ സ്ത്രീകൾ എങ്ങനെ ഉണ്ടായി? വിവിധ വർണ്ണങ്ങളിലാണ് ആണെങ്കിൽ പോലും, വർണ്ണവ്യവസ്ഥ അംഗീകരിച്ചാൽ പോലും വിവിധ വർണ്ണങ്ങളിലുള്ള സ്ത്രീകൾ എങ്ങനെ ഉണ്ടായി? അതുപോലെ തന്നെ ഇവിടുത്തെ കോടിക്കണക്കായ ബഹുജനങ്ങൾ, ദലിത ബഹുജനങ്ങൾ എന്ന് വിളിക്കുന്ന ആ സാധാരണ മനുഷ്യർ, അവരെങ്ങനെ ഉണ്ടായി? വർണ്ണവ്യവസ്ഥയ്ക്ക് പുറത്തുള്ളവരെങ്ങനെ ഉണ്ടായി? ഇതര മതസ്ഥരെങ്ങനെ ഉണ്ടായി എന്ന യാതൊരു സൂചനയും വിശദീകരണവും ഈ വൈദിക പുരുഷ സൂക്തത്തിലില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും രസകരമായ, പരിഹാസ്യമായ വസ്തുത. അതുകൊണ്ടാണ് ഇപ്പോൾ നാരായണ ഗുരുവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എങ്ങനെയാണ് ഈ അവർണർ ഉണ്ടായത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്, സ്വയംഭൂക്കളായ ദേവകളാണല്ലോ അവർ എന്ന് അദ്ദേഹം പറയുകയാണ്. കാരണം ഇതെന്താ, മരം പൊട്ടി മുളയ്ക്കുന്നത് പോലെയാണോ ഈ വിരാട് പുരുഷൻ്റെ തുടയിൽ നിന്നും കയ്യിൽ നിന്നുമൊക്കെ ഈ ചാതുർവർണ്ണികൾ, ജാതി ഹിന്ദുക്കൾ ഉണ്ടാകുന്നത് എന്നാണ് നാരായണ ഗുരു ചോദിച്ചത്. മരം പൊട്ടി മുളയ്ക്കുന്നത് പോലെ, മരത്തിൽ നിന്ന് പ്ലാവിൻ്റെയും മറ്റും പിന്നെ തായ്തടിയിൽ നിന്ന് ചക്കയോ അല്ലെങ്കിൽ അതിൻ്റെ തളിരിലകളോ പൊട്ടിമുളയ്ക്കുന്നത് പോലെ, മരം പൊട്ടിമുളയ്ക്കുന്നത് പോലെ, അത്രയും പരിഹാസ്യമായ ഒരു അഭിപ്രായം. ഒരു പക്ഷേ മഹാത്മാ ഫൂലെ മാത്രമാണ് അതിനെ അടുത്ത് വരുന്ന ഒരു അഭിപ്രായം പറഞ്ഞത്. മഹാത്മാ ഫൂലെയോട് ഇതുപോലെ സത്യശോധക് സമാജിലെ അനുയായികൾ ചോദിച്ചു, എന്താണ് ഈ വൈദിക പുരുഷ സൂക്തത്തിൻ്റെ അർത്ഥം? അത് വാസ്തവമോ? ഇങ്ങനെയൊക്കെയാണോ മനുഷ്യൻ്റെ ഉൽപ്പത്തി? ജാതി ഹിന്ദുക്കൾ ബ്രഹ്മപുരുഷൻ്റെ മുഖത്തു നിന്നും കയ്യിൽ നിന്നൊക്കെ ഉണ്ടായവരാണോ എന്ന് ചോദിച്ചപ്പോൾ ഫൂലെ പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ ഈ ബ്രഹ്മപുരുഷന്, വിരാട് പുരുഷന് അയാളുടെ വായിൽ, ഒരു പുരുഷനാണല്ലോ ബ്രഹ്മപുരുഷന്, അദ്ദേഹത്തിൻ്റെ വായിലൊരു ജനനേന്ദ്രിയം ഉണ്ടായിരിക്കാം. എന്നാൽ മാത്രമല്ലേ വായിൽ കൂടെ ബ്രാഹ്മണർ പുറത്തേക്ക് വരികയുള്ളൂ. അപ്പം അങ്ങനെയാണ് ഫൂലെ അതിനെ വളരെ നിശിതമായി പരിഹസിക്കുകയാണ് ചെയ്തത്. പെരിയോറോട് ചോദിച്ചപ്പോഴുള്ള കാര്യം ഞാൻ പറയേണ്ടതില്ല, നമുക്കറിയാവുന്നതായിരിക്കും. തന്തൈ പെരിയോറോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അവർണരെങ്ങനെ ഉണ്ടായി, ബഹുജനങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായി? അവരവരുടെ തന്തയ്ക്കും തള്ളയ്ക്കും പിറന്നു എന്നാണ് പെരിയോർ പറഞ്ഞത്. അപ്പോൾ ജാതി ഹിന്ദുക്കൾ ബ്രഹ്മപുരുഷൻ്റെ ശരീരാവയവങ്ങളിൽ നിന്ന്, വായിൽ നിന്നൊക്കെ വന്നപ്പോൾ അവർണരായിട്ടുള്ള ദലിത് ബഹുജനങ്ങൾ അവരുടെ തന്തയ്ക്കും തള്ളയ്ക്കും മാനുഷികമായ തങ്ങളുടെ മാതാവിൻ്റെ ജനനേന്ദ്രിയത്തിൽ നിന്ന് തന്നെയാണ് അവർ ഉണ്ടായത് എന്നാണ്. കാരണം പെരിയോർ അടക്കമുള്ള വലിയ പെട്രിയാർക്കുകൾ ഇവരൊക്കെ ഒരു അമ്മ പെറ്റ മക്കളാണല്ലോ. ആഫ്രിക്കയിൽ നിന്ന് വന്ന ആ വാനര മാതാവിൻ്റെ അല്ലെങ്കിൽ ആ കറുത്ത അമ്മയുടെ ഉദരത്തിൽ നിന്നാണല്ലോ മനുഷ്യവംശത്തിൻ്റെ തന്നെ ഉത്ഭവം. അപ്പം അതുകൊണ്ടാണ് പെരിയോർ പറഞ്ഞത് അവരൊക്കെ തന്തയ്ക്കും തള്ളയ്ക്കും പിറന്നവരാണ് എന്ന് പറഞ്ഞു. അവർക്കൊക്കെ മനുഷ്യ ജന്മമാണുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ ബ്രാഹ്മണ്യം മാനവികതയോ മനുഷ്യജന്മത്തെയോ പ്രത്യേകിച്ചും സ്ത്രീകളുടെ, മനുഷ്യരുടെ അല്ലെങ്കിൽ എല്ലാ ജീവവംശങ്ങളുടെയും നിലനിൽപ്പിൻ്റെ ആധാരമായ പ്രകൃതിയുടെയും സ്ത്രീകളുടെയും സർഗാത്മകതയെയും റീപ്രൊഡക്റ്റീവ് പൊട്ടൻഷ്യലിനെയും അല്ലെങ്കിൽ ജൈവാധികാരത്തെ, സ്ത്രീകളുടെ ബയോപവറിനെ തന്നെ നിരാകരിക്കുന്ന നിലയിലുള്ള വളരെ അശ്ലീലവും പരിഹാസ്യവും ആഭാസകരവുമായ ഒരു കെട്ടുകഥയാണ് ബ്രാഹ്മണ്യവും അതിൻ്റെ വൈദിക പുരുഷ സൂക്തവും എന്ന് ആണ് നാം ഈ ചരിത്രാനുഭവങ്ങളിലൂടെ, മഹാത്മാ ഫൂലെയുടെ അഭിപ്രായത്തിലൂടെ, തന്തൈ പെരിയോറിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൽ നാരായണ ഗുരു തന്നെ നടത്തിയ മരം പൊട്ടി മുളയ്ക്കുന്ന പരിപാടിയാണോ ഇത് എന്ന് ചോദിച്ച ഈ പരിഹാസത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത് അതാണ്. പക്ഷേ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഇതൊന്നുമല്ല. അതാണ് അതിൻ്റെ ഏറ്റവും നിർഭാഗ്യകരവും ഈ പറഞ്ഞ പ്രതിവിപ്ലവപരവുമായിട്ടുള്ള ഒരു സമവായം. ഞാൻ പറഞ്ഞ ഹൈന്ദവ സമവായവും ജാതി ഹിന്ദു സാമാന്യ ബോധവുമാണ് നമ്മുടെ പെഡഗോജിയെ, അതായത് നമ്മുടെ ബോധനാശാസ്ത്രത്തെ, നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെയും നമ്മുടെ അക്കാദമിക രംഗത്തെയും, ഈ രണ്ട് രംഗങ്ങളാണ് പ്രധാനമായും
ബഹുജനങ്ങളെ അവരുടെ ചരിത്രത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും ഈ പറയുന്ന നിയമവാഴ്ചയെക്കുറിച്ചും ഭരണഘടനയെക്കുറിച്ചും ആധുനികതയെക്കുറിച്ചുമൊക്കെ ഓർമ്മിപ്പിച്ച് വിദ്യാഭ്യാസം ചെയ്ത് നിലനിർത്തുന്നത് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടങ്ങുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടങ്ങുന്ന അക്കാദമികളും മാധ്യമങ്ങളുമാണ്. ഇവിടെ രണ്ട് മേഖലകളിലും ഹൈന്ദവ സമവായം സ്ഥാപിക്കപ്പെടുകയാണ്. ഡെസ്കുകളിൽ ഹൈന്ദവ സാമാന്യബോധം ഭരിക്കുകയാണ്. ഹിന്ദുത്വത്തെ വിമർശിക്കുന്ന, പ്രത്യേകിച്ചും ഈ വൈദിക ബ്രാഹ്മണ്യത്തെ വിമർശിക്കുന്ന, അതിൻ്റെ പൗരോഹിത്യ ആൺകോയ്മയെ തുറന്നു കാണിക്കുന്ന ഒരു തരത്തിലുള്ള വിശകലനങ്ങളും നിരീക്ഷണങ്ങളും ഇവിടെയൊന്നും സാധ്യമല്ലാത്ത അവസ്ഥയായിരുന്നു. പിന്നെ കതിരിൽ കൊണ്ട വളം വെച്ചിട്ട് കാര്യമൊന്നുമില്ല. എല്ലാം സംഭവിച്ചതിന് ശേഷം ഇപ്പോൾ കുറച്ച് സ്പേസ് ഈ ബ്രാഹ്മണ്യ ഹിന്ദുത്വ വിമർശകർക്ക് കൊടുത്തു കളയാം, കുറച്ച് സെമിനാറുകൾ നടത്തിക്കളയാം, കുറച്ച് ലേഖനങ്ങൾ ഇവർ എഴുതട്ടെ, എന്ത് സംഭവിക്കുമെന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പരിവാരം ഞാൻ പറഞ്ഞതുപോലെ 1925 RSS സ്ഥാപിക്കപ്പെടുന്നത് എങ്കിൽ പോലും അതിനും എത്രയോ മുമ്പ് തന്നെ 19-ാം നൂറ്റാണ്ടിൽ തന്നെ ഹൈന്ദവ പ്രവാചകന്മാരുടെ ചിന്തയിലാണ് ഈ പറയുന്ന വളരെ വിജൃംഭിതമായ ബ്രാഹ്മണികമായ ദേശീയവാദം ഉദയം ചെയ്യുന്നത്. അതുകൊണ്ടാണ് 1840കളിൽ സത്യശോധക സമാജം രൂപീകരിക്കുമ്പോൾ 1840കളിലും 50കളിലും ബ്രിട്ടീഷ് സർക്കാരുമായി നടത്തിയ പല ചർച്ചകളിലും തൻ്റെ പല പ്രസംഗങ്ങളിലും എഴുത്തുകളിലുമെല്ലാം മഹാത്മാ ഫൂലെ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ദേശീയവാദം 19-ാം നൂറ്റാണ്ടിൽ പ്രത്യേകിച്ചും വംഗനവോത്ഥാനത്തിലൂടെയും മറ്റും ഉദയം ചെയ്ത് ബ്രഹ്മോ ആര്യോ പ്രാർത്ഥനാ സമാജങ്ങളിലൂടെ വിജൃംഭിച്ചു വന്നിരിക്കുന്ന ഈ ദേശീയവാദവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ദേശീയവാദവും ഇത് തികഞ്ഞ ബ്രാഹ്മണിക ദേശീയവാദമാണ്. ഇത് ഇന്ത്യയിലെ ജാതി ഹിന്ദുക്കളുടെ മേൽക്കൈയിൽ ഉയർന്നു വന്നിരിക്കുന്ന അവരുടെ ദേശീയ ഭാവനയാണ്. അതിൽ ജാതിബാഹ്യർക്കോ അവർണർക്കോ തൊട്ടുകൂടാത്തവർക്കോ സ്ത്രീകൾക്കോ ന്യൂനപക്ഷങ്ങൾക്കോ അവരുടെ അപര സ്വത്വങ്ങൾക്കോ നീതി കിട്ടുകയില്ല. ഇത് തികഞ്ഞ ബ്രാഹ്മണിക ദേശീയതയാണ് എന്ന് 1850കളിൽ തന്നെ മഹാത്മാ ഫൂലെ മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. നാരായണഗുരു കേരളത്തിലാണെങ്കിൽ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ തന്നെ അദ്ദേഹം 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെയും 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ 1914 ഒന്നാം ലോകമഹായുദ്ധം കൊടുമ്പിരിക്കൊണ്ടുവരുന്ന ആ സന്ദർഭത്തിൽ അദ്ദേഹം നിരീക്ഷിക്കുകയാണ്, സായിപ്പിൻ്റെ ഭരണം കൊണ്ട് പല ഗുണങ്ങളുമുണ്ട്. നമുക്ക് സന്യാസം തന്ന നമ്മുടെ ഗുരുക്കന്മാരാണ് അവർ ജയിക്കാൻ നാം പ്രാർത്ഥിക്കണം. കാരണം രാമാദികളുടെ കാലത്ത് പോലും ശംഭൂകൻ്റെ ഗതിയാവും നമുക്കുണ്ടാവുക. സ്മൃതികൾ നോക്കി ഭരിക്കുന്നവരല്ലേ ഹിന്ദുക്കൾ എന്നാണ് നാരായണഗുരു അസന്നിഗ്ധമായി കേരളത്തിൽ പ്രഖ്യാപിച്ചത്. ഇപ്പം മഹാത്മാ ഫൂലേക്ക് ഒരു ശൂദ്രനാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഈ ഗുരുകുല സംസ്കൃത വിദ്യാഭ്യാസം നിഷേധിക്കുകയാണ്. പിന്നീട് 20-ാം നൂറ്റാണ്ടിൽ അംബേദ്കർക്ക് പോലും സംസ്കൃതത്തെക്കുറിച്ച് ക്രിറ്റിക്കൽ നോളജ് വേണമെന്ന് പറഞ്ഞ് അദ്ദേഹം പഠിക്കാൻ ആഗ്രഹിച്ചിട്ട് അദ്ദേഹത്തിന് നിഷേധിച്ചു. തൊട്ടുകൂടാത്തവനാണെന്ന് പറഞ്ഞു. തൊട്ടുകൂടാത്തവനായ ചൊക്കമേലയുടെ അദ്ദേഹത്തിൻ്റെ ആ പട്ടടയിൽ ഒന്ന് തൻ്റെ ജീവിതാന്ത്യത്തിൽ സന്ദർശിക്കാൻ ശ്രമിച്ച അദ്ദേഹത്തെ, മിലിറ്ററി സെക്രട്ടറി ആയിരുന്ന അദ്ദേഹത്തെ ജാതി ഹിന്ദുക്കൾ അവിടെ തടയുകയാണ് ചെയ്തത്. അപ്പം ഇതൊക്കെയാണ് ഇന്ത്യയിലെ ജാതിയുടെ അനുഭവം. അപ്പം ഞാൻ സൂചിപ്പിച്ച ഇതാണ്, ഇന്ത്യയിൽ ഉയർന്നു വന്ന ദേശീയവാദത്തെ അല്ല യഥാർത്ഥത്തിൽ ബഹുജനങ്ങളുടെ ആത്മീയ സാംസ്കാരിക ദാർശനിക നേതാക്കൾ, ഇന്ത്യൻ സാമൂഹ്യ വിപ്ലവത്തിൻ്റെ ആചാര്യനെന്ന് വിളിക്കുന്ന മഹാത്മാ ഫുലെയാകട്ടെ, കേരള നവോത്ഥാന ആധുനികതയുടെ വിധാതാവായ നാരായണഗുരു ആകട്ടെ, പാശ്ചാത്യ ആധുനികതയെയും പാശ്ചാത്യ നീതി സങ്കല്പത്തെയും ഗാഠമായി അംഗീകരിച്ചുകൊണ്ട് സ്മൃതിയുടെ വാഴ്ചയെ, രാമരാജ്യം എന്ന് പറയുന്ന ശംഭൂകനെ കഴുത്തറുത്തു കൊല്ലുന്ന, അക്ഷരം പഠിക്കുന്ന ശൂദ്രൻ എന്ന് പറഞ്ഞുകൊണ്ട് മഹാത്മാ ഫൂലെ ഗുരുകുല വിദ്യാഭ്യാസത്തിൽ നിന്ന് ഓടിക്കുകയാണ്. അതിബുദ്ധിമാനായ കുഞ്ഞൻ എന്ന് പറയുന്ന അയ്യപ്പൻ പിള്ള, അദ്ദേഹമാണ് വിദ്യാധിരാജ ചട്ടമ്പിസ്വാമിയായി മാറിയത്. അതിബുദ്ധിമാനും ധിഷണാശാലിയുമായ ആ മനുഷ്യനെ, ആ കുഞ്ഞിനെ, ആ അയ്യപ്പൻ എന്നാണ് അദ്ദേഹത്തിന് മാതാപിതാക്കൾ കൊടുത്ത പേര്, കുഞ്ഞൻ എന്നും അറിയപ്പെട്ടിരുന്നു. അപ്പോൾ കുഞ്ഞന്
ഈ ഗുരുകുല സംസ്കൃത വിദ്യാഭ്യാസത്തിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ടു. അവിടെയും മഹാത്മാ ഫുലെയോട് പറഞ്ഞതുപോലെ ഒരു ശൂദ്രനാണ് നീ, ശൂദ്രനാണത്രേ. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു ബ്രാഹ്മണനായിരുന്നു, നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ മാതാവിനെ ഒരു ശൂദ്ര സ്ത്രീ എന്ന് വിളിച്ചുകൊണ്ട്, ഒരു ശൂദ്ര സ്ത്രീയിൽ ജനിച്ച ആ കുഞ്ഞ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് ഈ ഉണ്ണികളോടൊപ്പം താനൊരു ഉണ്ണിയല്ല എന്ന് കുഞ്ഞൻ മനസ്സിലാക്കുകയാണ്. അദ്ദേഹം ഇതെല്ലാം രഹസ്യമായി മറഞ്ഞിരുന്ന ഏകലവ്യനെ പോലെ കേട്ടുകൊണ്ടാണ് ഈ സംസ്കൃതവും മറ്റുമൊക്കെ പഠിച്ചത്. മഹാപണ്ഡിതനായി മാറുകയും നമുക്കറിയാം മലയാളത്തിലും തമിഴിലും സംസ്കൃതത്തിലുമൊക്കെ അദ്ദേഹം രചന നടത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രാചീന മലയാളം, ആദിഭാഷ, ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുപോലെയുള്ള ധിഷണാശാലികളെ ശൂദ്രരെന്ന് പറഞ്ഞുകൊണ്ട് അക്ഷരം നിഷേധിച്ച പാരമ്പര്യം അത് 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലുമാണെന്ന് നിങ്ങൾ ഓർക്കണം. മഹാരാഷ്ട്രത്തും അതായിരുന്നു. ഫുലെയുടെ ഗതി 19-ാം നൂറ്റാണ്ടിൽ മഹാരാഷ്ട്രയിൽ ഇതായിരുന്നു. ഈ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം അല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ കേരളത്തിലും ഇത് തന്നെയായിരുന്നു അവസ്ഥ. ശൂദ്രമക്ഷര സംയുക്തം ദൂരേ പരിവർജ്യതേ ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി. ഇതൊക്കെയാണ് ഹൈന്ദവ ബ്രാഹ്മണിക നിയമാവലി, മനുവിൻ്റെ ധർമ്മശാസ്ത്രം, മനുധർമ്മശാസ്ത്രങ്ങൾ പറയുന്നു. അപ്പം അതുകൊണ്ടാണ് നാരായണഗുരു പറഞ്ഞത്, സ്മൃതികൾ നോക്കി ഭരിക്കുന്നവരല്ലേ ഹിന്ദുക്കൾ, താനൊരു ഹിന്ദു സന്യാസി അല്ല, താനൊരു ജാതി ഹിന്ദു അല്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു പ്രസ്താവവും കൂടിയാണ് അത്. അപ്പം അതുകൊണ്ടാണ് അദ്ദേഹം പാശ്ചാത്യരാണ് തൻ്റെ ഗുരുക്കന്മാർ. പാശ്ചാത്യ ജ്ഞാനോദയ ആധുനിക ചിന്ത തന്നെയാണ് തൻ്റെ മാർഗദർശി. തനിക്ക് ഇവിടെ ആരും ദീക്ഷ തന്നിട്ടില്ല എന്ന് അദ്ദേഹം അസന്നിഗ്ധമായി പ്രസ്താവിക്കുന്നത് ആ ഒരു പരിസരത്താണ്. അപ്പോൾ ഈ കേരള ആധുനികതയെ, പാശ്ചാത്യ ആധുനികത, പാശ്ചാത്യ മീമാംസ, ജ്ഞാനോദയ ചിന്ത, പാശ്ചാത്യ ലോകത്ത് നടന്ന നവോത്ഥാനം, ഇങ്ങനെയുള്ള വളരെ വിപുലമായ ഭൂമികകളാണ് കേരള നവോത്ഥാനത്തിൻ്റെ ആധാരമായി വർത്തിക്കുന്നത്. ഇത് മാത്രമല്ല, അംബേദ്കർ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ആധുനികമായ യൂറോപ്പിൻ്റെ സാമൂഹ്യ ജനായത്വ ചിന്തയിൽ നിന്ന് മാത്രമല്ല, കേവലം മാഗ്നാ കാർട്ടയിൽ നിന്നോ അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആശയാദർശങ്ങളിൽ നിന്നോ മാത്രമല്ല തൻ്റെ ആധുനിക ജനായത്വ മൂല്യങ്ങളായ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഇവയെ താൻ സ്വീകരിക്കുന്നത്. മറിച്ച് അത് ലോകത്തിൻ്റെയും ഏഷ്യയുടെ പ്രത്യേകിച്ചും വെളിച്ചമായിട്ടുള്ള ബുദ്ധൻ്റെയും അദ്ദേഹത്തിൻ്റെ സംഘങ്ങളുടെയും വളരെ തദ്ദേശീയമായ ഒരു ജനായത്ത ബോധോദയ പാരമ്പര്യത്തിൽ നിന്ന് കൂടെയാണ് എന്ന് അംബേദ്കർ വിശദീകരിക്കുന്നത് പോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ആധുനികതയിലേക്ക് നാം കാണുന്ന നാരായണഗുരുവിനെ പോലെയുള്ള കർത്തൃത്വങ്ങളെ, അദ്ദേഹത്തിൻ്റെ തന്നെ ശിഷ്യന്മാരും എഴുത്തുകാരും കവികളുമൊക്കെ ആയിരുന്ന മൂലൂരും പണ്ഡിറ്റ് കറുപ്പനും സഹോദരനുമൊക്കെ തന്നെയാണ് ശ്രീനാരായണ ബുദ്ധൻ അല്ലെങ്കിൽ കേരള ബുദ്ധൻ എന്ന നിലയിൽ സംബോധന ചെയ്യുന്നു. ഇപ്പം നാരായണഗുരുവിൻ്റെ തത്വചിന്തയിൽ അദ്ദേഹം കൊണ്ടുവരുന്ന ദർശനങ്ങൾ, അദ്ദേഹം കൊണ്ടുവരുന്ന കാരുണ്യത്തെയും അനുകമ്പയെയും കുറിച്ചുള്ള കരുണാർദ്രമായ ചിന്തകൾ, ധാർമ്മികതയെക്കുറിച്ചും നൈതികതയെക്കുറിച്ചും സമഭാവനയെക്കുറിച്ചുമുള്ള അദ്ദേഹത്തിൻ്റെ നൈതിക വിചാരങ്ങൾ, ഇതൊക്കെ പരിശോധിക്കുമ്പോൾ നാം എത്തുന്നത് ഈ പറയുന്ന ഇന്ത്യൻ ബോധോദയ ചിന്തയിൽ തന്നെയാണ്. ബുദ്ധിസത്തിൻ്റെ പഞ്ചശീലങ്ങളിലും അഷ്ടാംഗ മാർഗങ്ങളിലും തന്നെയാണ് യഥാർത്ഥത്തിൽ കേരള നവോത്ഥാനത്തിൻ്റെയൊക്കെ തന്നെ വളരെ പ്രാചീനമായ ആധാരങ്ങളും ഈടുവയ്പ്പുകളും കിടക്കുന്നു. അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. വിഷയം മറ്റൊരു ഗഹനമായ അടിയന്തര പ്രശ്നങ്ങളായതുകൊണ്ട് അതിലേക്ക് ഞാൻ വിശദീകരിക്കുന്നില്ല. എൻ്റെ ഒരു പുതിയ പുസ്തകം തന്നെ ആ രീതിയിൽ കേരള ആധുനികതയുടെ അടിത്തറ അല്ലെങ്കിൽ കേരള സംസ്കാരത്തിൻ്റെ അടിത്തറയായിട്ടുള്ള ബൗദ്ധ ചിന്ത, ബൗദ്ധ സംസ്കാരം, നൈതിക ചിന്ത, യുക്തിചിന്ത, അനിത്യവാദം എന്ന് പറയുന്ന പ്രതീത്യ സമുത്പാദവാദം, ബുദ്ധൻ്റെ മാറ്റമാണ് ലോകത്തിൻ്റെ കാതലെന്നും മാറാത്തതായി ഒന്നുമില്ല, മാറ്റം തന്നെയാണ് സത്യം എന്നുള്ള ആ പ്രതീത്യ സമുത്പാദവാദം എല്ലാം പരസ്പര ബന്ധിതമാണെന്നും മാറ്റമാണ് ലോകത്തെ
യാഥാർത്ഥ്യം എന്നും വിശദീകരിക്കുന്ന അനിത്യവാദം അല്ലെങ്കിൽ പ്രതീത്യ സമുത്പാദവാദവും അതിൻ്റെ നിരവധിയായ ഭൗതിക സാംസ്കാരിക അടിത്തറകളുമാണ് കേരള ജനായത്ത സമൂഹത്തിൻ്റെ, കേരള ആധുനികതയുടെ, കേരള നവോത്ഥാനത്തിൻ്റെ തന്നെ അടിത്തറ എന്നും വിശദീകരിക്കുന്ന ഒരു പുസ്തകം പുത്തൻ കേരളം എന്ന് പറഞ്ഞ് എൻ്റെ ഒരു പുസ്തകം വരുന്നുണ്ട്. അതിൽ ഞാൻ ഈ കാര്യങ്ങൾ വളരെ ദീർഘമായി വിശദീകരിക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയെ ഞാൻ അതിലേക്ക് ക്ഷണിക്കുകയാണ്. അടുത്ത മാസം തന്നെ അത് പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പം ഞാൻ സൂചിപ്പിച്ചത് കേരള നവോത്ഥാന ആധുനികതയ്ക്ക് ഈ വലിയ വംശാവലികളും പഴക്കങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് അതിനെ നവ ഉത്ഥാനം എന്ന് തന്നെ വിളിക്കുന്നത്. അല്ലെങ്കിൽ കേവലം ഒരു ഉത്ഥാനം അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഇത് പുതിയ ഉത്ഥാനമാണ്. എന്ന് പറഞ്ഞാൽ പഴയ ഉത്ഥാനങ്ങൾ പലത് നമ്മുടെ സാമൂഹ്യ ചരിത്രത്തിൽ കിടക്കുകയാണ്. ആധുനിക കാലത്ത് യഥാർത്ഥത്തിൽ അത് ഒരു മിഷണറി ഇൻ്റർവെൻഷനായിരുന്നു. പാശ്ചാത്യ ആധുനികതയുടെയും പാശ്ചാത്യ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെയും നമുക്കറിയാം ചാന്നാർ ലഹളയിലേക്ക് അല്ലെങ്കിൽ നാടാർ കലാപങ്ങളിലേക്ക്. ചാന്നാർ ലഹള എന്നുള്ളത് ഒരു കൊളോണിയൽ അല്ലെങ്കിൽ ആഭ്യന്തര കൊളോണിയൽ പദാവലിയാണ്. യഥാർത്ഥത്തിൽ അതൊരു ലഹളയല്ല. അത് മനുഷ്യാവകാശങ്ങൾക്കും സ്ത്രീകളുടെ മാറുമറയ്ക്കാനുള്ള അവകാശങ്ങൾക്കും ഇതുപോലെ തന്നെ തുല്യതയ്ക്ക് വേണ്ടിയുള്ള, ആത്മാഭിമാനത്തിന് വേണ്ടിയുള്ള, തൻ്റെ ഇടത്തിന് വേണ്ടിയുള്ള ഏറ്റവും സുധീരമായ പോരാട്ടം 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ തുടങ്ങുകയാണ്. പാശ്ചാത്യ ഇടപെടലിനെ തുടർന്നാണ്, മാനസാന്തരത്തിൻ്റെ സാധ്യതയിലാണ് അത് തുടങ്ങുന്നത്. കേണൽ മൺറോയെ പോലെയുള്ള വളരെ മിഷണറിമാരായിട്ടുള്ള ഭരണാധികാരികൾ അവരുടെ ഇടപെടൽ അതിൻ്റെ അടിത്തറയായി വർത്തിച്ചിട്ടുണ്ട്. നിരവധി കൊളോണിയൽ ഭരണാധികാരികൾ അന്ന് നീതിക്കും മനുഷ്യത്വത്തിനും നിരക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ആധുനിക കാലത്തുണ്ടായ ഒരു ഉത്ഥാനം അതുതന്നെയാണ്. നാടാർ പോരാട്ടങ്ങളാണ്. നാടുണർത്തിയ നാടാർ പോരാട്ടങ്ങളിലൂടെയാണ് കേരള നവോത്ഥാനത്തിൻ്റെ തന്നെ നാരായണഗുരു ജനിക്കുന്ന സമയത്ത് തന്നെ അത് ആരംഭിച്ചു കഴിഞ്ഞു. 1810-കളിൽ തന്നെ അത് ആരംഭിച്ചു. 20-ലാണ് കേണൽ മൺറോയുടെ ആ വിഖ്യാതമായ ഉത്തരവ് വരുന്നതെങ്കിൽ പോലും 1910-കൾ മുതൽ പാശ്ചാത്യ മിഷണറിമാരുടെ ബോധകരുടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയ കാലം മുതൽ തന്നെ സാമൂഹ്യ പരിവർത്തനത്തിനും മനുഷ്യരാവുക, മനുഷ്യൻ നന്നാവുക എന്ന് പിൽക്കാലത്ത് അയ്യാ വൈകുണ്ഠനിലും നാരായണഗുരുവിലും ഒക്കെ മുഖരിതമാകുന്ന മാനവീയതയുടെ ഒരു പുതിയ വ്യവഹാരത്തെ യഥാർത്ഥത്തിൽ പാശ്ചാത്യ ആധുനികതയുടെയും മിഷണറി ഇടപെടലിൻ്റെയും ഒരു സന്നിഗ്ധമായ കൊളോണിയൽ മോഡേൺ പാരഡൈമിലാണ് അതിൻ്റെ ഉദയം. അതിനെ നിഷേധിച്ചുകൂടാ. അപ്പോൾ അത് ആധുനിക കാലത്ത് ക്രിസ്തുവിൻ്റെ ബോധകരുടെ ഇടപെടൽ നിർണായകമാണ്. അതിന് മുൻപോട്ട് നാം പരിശോധിക്കുമ്പോൾ മധ്യകാലത്തിനു മുമ്പ് 7-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ 8-ാം നൂറ്റാണ്ടിൽ അറേബ്യയിൽ നിന്ന് വന്നിട്ടുള്ള പ്രവാചകനെ തുടർന്ന് വന്നിട്ടുള്ള മാനിക് ദിനാറിനെ പോലെയുള്ള ഇസ്ലാമിക മതബോധകരുടെ വളരെ സജീവമായ ഇടപെടൽ. ഇപ്പോൾ ചേരമാൻ പള്ളിയുടെ സ്ഥാപനം തന്നെ നമുക്കറിയാം. AD 629-ലാണെന്ന് നാം വിശ്വസിക്കുന്നു. പല അറബിക് ശിലാലിഖിതങ്ങളും മാടായി പള്ളിയിലും ചാലിയത്തും അവിടെ അപ്പുറത്തുമൊക്കെയുള്ള താഴത്തങ്ങാടിയിലൊക്കെയുള്ള ലിഖിതങ്ങളുമൊക്കെ ആയിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇസ്ലാമിൻ്റെ ഇടപെടൽ 7-ാം നൂറ്റാണ്ടിന് ശേഷം ഇസ്ലാമിൻ്റെ ഉദയത്തെ തുടർന്ന് സംഭവിച്ചിട്ടുള്ള പ്രത്യേകിച്ചും മാലിക് ദിനാറിൻ്റെയും മറ്റ് ഇസ്ലാമിക മിഷണറിമാരുടെയും സാമൂഹ്യ പ്രവർത്തനം, പ്രേക്ഷിത പ്രവർത്തനം, മനസാന്തരങ്ങൾ അത് വളരെ നിർണായകമായ ഒരു ഉത്ഥാനമാണ്. അതിനും പിന്നോട്ട് പോകുമ്പോഴാണ് നാം അശോക ബോധകരുടെ ഒരു സംഭാവനയിലേക്ക് വളരെ അടിസ്ഥാനപരമായ തെന്നിന്ത്യയെയും ദക്ഷിണേഷ്യയെയും തന്നെ മാനവീകരിക്കുന്ന, സാക്ഷരമാക്കി മാറ്റുന്ന, സഭ്യതയിലേക്ക് കൊണ്ടുവരുന്ന, നീതിയുടെയും ധർമ്മത്തിൻ്റെയും മാർഗത്തിലേക്ക് കൊണ്ടുവരുന്ന അടിസ്ഥാന പ്രേക്ഷിത പ്രവർത്തനം അശോകൻ്റെ മിഷണറിമാരാണ്. ആദ്യത്തെ മിഷണറി മതമായ ബുദ്ധിസത്തിലൂടെ BC 3-ാം നൂറ്റാണ്ടിൽ, ബുദ്ധന് 3 നൂറ്റാണ്ടിന് ശേഷം BC 3-ാം നൂറ്റാണ്ടിൽ കലിംഗ യുദ്ധത്തിന് ശേഷം ചണ്ഡശോകനായ അശോകൻ ഒരു ധർമ്മശോകനായി മാറുകയും തൻ്റെ ഉടവാൾ വലിച്ചെറിയുകയും ആ അശോക വിജയദശമിയിൽ അദ്ദേഹം മാനസാന്തരം ചെയ്യുകയും 10 ദിവസത്തെ ആ ബോധകരുടെ സുവിശേഷം കേട്ടുകൊണ്ട് തൻ്റെ ഉടവാൾ വലിച്ചെറിഞ്ഞുകൊണ്ട് തൻ്റെ ഒരു സഹോദരൻ്റെ മകനായ ഭിക്ഷു
ഒരു യുവാവായ ആ ഭിക്ഷുവിന് മുൻപിൽ തൻ്റെ ആയുധങ്ങളെല്ലാം അടിയറ വെച്ച് പിന്നീട് ആയുധമെടുക്കാതെ ധർമ്മവിജയത്തിലൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം ഏതാണ്ട് പേർഷ്യ മുതൽ ബർമ്മ വരെ വികസിച്ചു എന്ന് നമുക്കറിയാം. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഇടപെടൽ രാഷ്ട്രീയ ദിശാബോധത്തോടുകൂടി തന്നെ, രാഷ്ട്രീയ പിന്തുണയോടുകൂടി തന്നെ, എന്നാൽ നൈതികമായ മാർഗത്തിൽ, അഹിംസയുടെയും കാരുണ്യത്തിൻ്റെയും മാർഗത്തിൽ, സുവിശേഷത്തിൻ്റെയും ബോധനത്തിൻ്റെയും സാക്ഷരതയുടെയും ആരോഗ്യരക്ഷയുടെയും മാർഗത്തിൽ ബുദ്ധ ഭിക്ഷുക്കളും ഭിക്ഷുണിമാരും നടത്തിയ, അവരെ പാപിനിമാരാക്കി കൊന്ന സ്ഥലമാണ് ഈ പാപിനി വട്ടം. കൊടുങ്ങല്ലൂരിൽ നിന്ന്, കന്യാകാവിൽ നിന്ന് സഹോദരൻ അയ്യപ്പൻ ഒരുപാട് എഴുതിയിട്ടുണ്ട്, CV കുഞ്ഞിരാമൻ എഴുതിയിട്ടുണ്ട്, മിതവാദി എഴുതിയിട്ടുണ്ട്. ഇവരൊക്കെ എഴുതിയിട്ടുള്ളതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ കാവുകളും കന്യകാവുകളുടെ പാരമ്പര്യമാണ് അതിനുള്ളത്. കാവ് എന്ന് പറഞ്ഞാൽ കന്യകാവ് എന്നാണ് അർത്ഥം, കന്യാസ്ത്രീ എന്നാണ് ഈ കാവിൻ്റെ അർത്ഥം. കന്യകാവ്, കന്യാസ്ത്രീ, ബൗദ്ധ ഭിക്കുനി എന്ന് തന്നെയാണ്. അപ്പം അവരെ വളരെ കുടിലമായ ഹിംസയിലൂടെയും അശ്ലീല ആഭാസ കുത്തിലൂടെയും ഓടിക്കുന്ന ആ കോമരങ്ങൾക്ക് ഒരു ദിവസത്തെ ലൈസൻസ് കൊടുക്കുന്ന ആ കീഴാള, പ്രത്യേകിച്ചും ശൂദ്ര കോമരങ്ങളുടെ ആഭാസ നൃത്തമാണ് അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് പോകരുതേ, ഭരണിക്ക് പോകല്ലേ സോദരരെ, ഭരണിക്ക് പോകല്ലേ നിങ്ങളാരും. തെറികൊണ്ട് കേരളം മുടിക്കുന്ന, ഈ കോഴി വെട്ടി ചോര ഒഴുക്കുന്ന ഈ സാധുജീവികളുടെ, മിണ്ടാപ്രാണികളുടെ ചോര ഇങ്ങനെ ഒഴുക്കുന്ന, ചാരായവും തെറിയും കൊണ്ട് കേരളം അഭിഷേകം നടത്തുന്ന ഈ പരമ അബദ്ധത്തിന് ബൗദ്ധരെ വംശഹത്യ ചെയ്ത, ബുദ്ധമുനിമാരെ കഴിവേറ്റി, ബുദ്ധ ഭിക്ഷുണികളെ റേപ്പ് ചെയ്ത് ദേവദാസികളാക്കി, തേവരച്ചികളാക്കി മാറ്റുന്ന ഈ പരിപാടി, കാവ് തീണ്ടൽ, ഇതിന് പോകല്ലേ, ഭരണിക്ക് പോകല്ലേ സോദരരെ എന്ന് പാട്ടും പാടിക്കൊണ്ട് കോട്ടായി കുമാരനും കൂടി ചെന്നപ്പോഴാണ് അദ്ദേഹത്തിനെ കൊല്ലാൻ ഓടിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞ വധശ്രമം നടന്നു. അപ്പോൾ ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ കേരള ചരിത്രം. ഇത് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ സഹോദരനെ പോലെയുള്ള എഴുത്തുകാർ, CV കുഞ്ഞിരാമനെ പോലെയുള്ള പത്രപ്രവർത്തകരും ഗദ്യകാരന്മാരും, ഇവരൊക്കെ മിതവാദിയെ പോലെയുള്ള പത്രാധിപർ, ഇവരൊക്കെ വളരെ വിശദാംശങ്ങളോടുകൂടി എഴുതിയിട്ടുള്ള കാര്യമാണ്. ഈ ശാസ്താവിനെക്കുറിച്ചുള്ള ഡിബേറ്റ് യഥാർത്ഥത്തിൽ CV കുഞ്ഞിരാമനാണ് 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ 1911 ഒരു ലേഖനത്തിൽ, ശാസ്താവ് ഒരു ചരിത്രാവലോകം എന്ന ലേഖനത്തിൽ, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൊച്ചുമകനായ ഹാഷിം രാജൻ എഡിറ്റ് ചെയ്ത ആ പുസ്തകത്തിൽ അത് നമുക്ക് വായിക്കാവുന്നതാണ്. ശാസ്താവ് ഒരു ചരിത്രാവലോകം എന്ന് പറയുന്ന ഒരു വിശകലനം. അപ്പോൾ യഥാർത്ഥത്തിൽ ശാസ്താവ് ആരാണ്? അമരകോശം തന്നെ ആധാരമാക്കിക്കൊണ്ട് ശാസ്താവ്, ധർമ്മശാസ്താവ് മറ്റാരുമല്ല, ധർമ്മം അനുശാസിക്കുന്ന സാക്ഷാൽ ഗൗതമ ബുദ്ധൻ തന്നെ, ശാക്യമുനി തന്നെയാണ് ഈ ശാസ്താവ് എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ധമ്മപദം പാലിയിൽ നിന്ന് ആദ്യം വിവർത്തനം ചെയ്ത മൂലൂര് തന്നെ ശബരിമലയിലെ ശാസ്താവ് എന്ന മുനീന്ദ്രനെക്കുറിച്ച് ചില ശ്ലോകങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു സ്വാമിയാർ അല്ലെങ്കിൽ മുനീന്ദ്രനായിട്ടാണ് അദ്ദേഹം ശാസ്താവിനെ വാഴ്ത്തുന്നത്. ആ മുനി മറ്റാരുമല്ല, ശാക്യമുനിയായ ബുദ്ധൻ തന്നെയാണ്. അനുപമ കൃപാനിധി അഖില ബാന്ധവൻ ശാക്യ ജിനമുനി ജ്ഞാനം മോനം എന്നായിരുന്നല്ലോ ഇവിടെ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ പോലും ഇവിടെ എഴുത്തിനിരുത്തിക്കൊണ്ടിരുന്നത്. എല്ലാ സമുദായങ്ങളും, അതായത് ക്രൈസ്തവരും പിന്നെ ബൗദ്ധരെന്ന് വിളിക്കപ്പെടുന്ന മുസ്ലിങ്ങളും ഒക്കെ തന്നെ ഈ പറയുന്ന അവർണരും ജാതി ഹിന്ദുക്കൾ അടക്കമുള്ളവർ, പ്രത്യേകിച്ചും ശൂദ്രരും അവർണരും ഇതര സമുദായക്കാരായിട്ടുള്ള ബൗദ്ധരെന്ന് വിളിക്കപ്പെടുന്ന, തിരുവിതാംകൂറിൽ ബൗദ്ധരെന്ന് വിളിക്കപ്പെടുന്ന ക്രിസ്ത്യാനികളും മലബാർ മേഖലയിൽ ബൗദ്ധരെന്ന് വിളിക്കപ്പെടുന്ന മുസ്ലിങ്ങളും ഒക്കെ തന്നെ തങ്ങളുടെ ഈ പറയുന്ന അശോക വിജയദശമിയിലെ എഴുത്തിനിരുത്തൽ ചടങ്ങിൽ അവരുപയോഗിച്ചു കൊണ്ടിരുന്നത് ഈ ശാക്യ ജിനമുനിക്ക് വണക്കം എന്ന് സൂചിപ്പിക്കുന്ന നാനമോനം എന്ന ഒരു പാലി കൽപ്പനയായിരുന്നു. അതിനെയാണ് അക്ഷരമാലയ്ക്കും പറഞ്ഞുകൊണ്ടിരുന്നത്. നാനമോനം എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ അക്ഷരമാലയ്ക്കും ആൽഫബറ്റിനും പറഞ്ഞുകൊണ്ടിരുന്നത്. എന്ന് ഞാൻ പറയുന്നതല്ല, ഇത് ഇളംകുളം കുഞ്ഞൻപിള്ള എഴുതിയിരിക്കുന്നതാണ്. ഇളംകുളം കുഞ്ഞൻപിള്ളയുടെ ചരിത്രലേഖനങ്ങൾ കേരള സർവകലാശാല പ്രസിദ്ധീകരിച്ച 1-ാം വാള്യത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ചരിത്രലേഖനങ്ങളുടെ സമാഹാരത്തിൽ നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ എല്ലാ സമുദായങ്ങളും
പിന്നീട് 20-ാം നൂറ്റാണ്ടിൻ്റെ ഏതാണ്ട് ആദ്യ 2-3 പതിറ്റാണ്ടുകളിൽ ഇന്നത്തെ ഹിന്ദുക്കൾ എന്ന് പറയുന്ന സമുദായങ്ങളും ഒക്കെ തന്നെ ഉപയോഗിച്ചു കൊണ്ടിരുന്നത് നാനമോനമാണ്. ഇപ്പോൾ നമ്മുടെ പവനൻ്റെയും മറ്റും ബൗദ്ധ സ്വാധീനം കേരളത്തിൽ എന്ന പുസ്തകത്തിൽ, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തന്നെ പുസ്തകത്തിൽ നമുക്കത് വായിക്കാവുന്നതാണ്. പിന്നെ മറ്റ് നിരവധി പുസ്തകങ്ങളുണ്ട്, ഞാൻ അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നില്ല. അംബേദ്കർ മുതൽ ഹു ആർ ദി അൺടച്ചബിൾസ് എന്ന അംബേദ്കറുടെ അടിസ്ഥാന 1945 രചനക മുതൽ ഹു ആർ ദി അൺടച്ചബിൾസ്, ആരാണ് തൊട്ടുകൂടാത്തവർ, അവരെങ്ങനെയായി, ആരാണ് ശൂദ്രർ, ഹു ആർ ദ ശൂദ്രാസ്, അവരെങ്ങനെയാണ് ഈ ഇൻഡോ ആര്യൻ സമൂഹത്തിലെ 4ാം വർണ്ണമായത് എന്ന ഈ 2 പുസ്തകങ്ങളിലൂടെ അദ്ദേഹം വിശദീകരിക്കുന്നത് ഇതുതന്നെയാണ്. തൊട്ടുകൂടാത്തവർ അല്ലെങ്കിൽ അവർണർ ഒരു കാലത്തും ഹിന്ദുക്കളായിരുന്നില്ല, അവർ ഹിന്ദുക്കളുടെ അടിമകളാക്കപ്പെട്ട തൊട്ടുകൂടാത്തവരാണ്. തൊട്ടുകൂടാത്തവർ എന്ന് പറഞ്ഞാൽ അവർ ബ്രാഹ്മണ്യത്തിന് വഴങ്ങിയില്ല. ബ്രാഹ്മണിസം എന്ന് പറയുന്ന ഈ പൗരോഹിത്യ ആൺകോയ്മയ്ക്ക് വഴങ്ങാതിരുന്നത് കൊണ്ട് ബ്രാഹ്മണിസം നൽകിയ ശിക്ഷയാണ് യഥാർത്ഥത്തിൽ തൊട്ടുകൂടായ്മ എന്നാണ് അംബേദ്കർ വളരെ ചരിത്രഗഹനമായ, വളരെ സാമൂഹ്യശാസ്ത്ര വിശകലന ഉപാധികളോടുകൂടി വിശദീകരിക്കുന്ന തൻ്റെ ശൂദ്രർ ആരായിരുന്നു, തൊട്ടുകൂടാത്തവരാരായിരുന്നു എന്നീ പുസ്തകങ്ങളിൽ എഴുതി വച്ചിരിക്കുന്നു. ഇതുതന്നെ കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ രൂപീകരണ ചരിത്രത്തിൽ കെ കൊച്ച് വിശദീകരിക്കുന്നുണ്ട്. കേരള ചരിത്രവും സമൂഹ രൂപീകരണവും എന്ന പുസ്തകത്തിൽ ദളിത് പരിപ്രേക്ഷ്യത്തിൽ നിന്നുള്ള ഒരു വിശകലനമാണത്. അതുപോലെ തന്നെ ജാതി വ്യവസ്ഥയും കേരള പിന്നെ ബുദ്ധമതവും എന്ന പുസ്തകത്തിൽ ഡോക്ടർ കെ സുഗതൻ ഇതേ ആശയത്തെ തന്നെ കേരളത്തിൻ്റെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ വളരെ സൂക്ഷ്മമായി വിശദീകരിക്കുന്നുണ്ട്. എൻ്റെ തന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞ പുത്തൻ കേരളം എന്ന പുസ്തകത്തിലും ഞാൻ അതിനെക്കുറിച്ച് ഉള്ള വിശകലനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള കേരള ചരിത്രം നാം നമ്മുടെ അക്കാദമികളിലോ നമ്മുടെ മാധ്യമങ്ങളിലോ വരുന്നില്ല. 8-ാം നൂറ്റാണ്ടിന് ശേഷമുള്ള ഹൈന്ദവീകരിക്കപ്പെട്ട ചരിത്രം മാത്രമാണ് നാം പഠിക്കുകയും ഗവേഷണം ചെയ്യുകയും നമ്മുടെ ഈ മാധ്യമങ്ങളിലൂടെ ചർവണം നടത്തുകയും ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഇവിടെ നിരന്തരം ചർച്ച നടക്കുന്നത് സംസ്കൃത ഇതിഹാസ പുരാണ കാവ്യങ്ങളെക്കുറിച്ചാണ്. മനുസ്മൃതിയെക്കുറിച്ച് ഈ പറഞ്ഞതുപോലെ സ്മൃതി പുരാണങ്ങളെക്കുറിച്ച് ചർച്ച മനുസ്മൃതിയെക്കുറിച്ചോ പുരുഷസൂക്തത്തെക്കുറിച്ചോ ഗീതയെക്കുറിച്ചോ ഒന്നും അധികം നടക്കുന്നില്ല. മറിച്ച് ഈ പുരാണങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ചർവണം ചെയ്യുകയാണ്. ഇത് ഇളംകുളം പറഞ്ഞതുപോലെ ഒരു മാവാരത പട്ടത്താനമാണ്. പട്ടത്താനം എന്ന് പറഞ്ഞാൽ പ്രൊഫസർഷിപ്പ് എന്നാണ്. അത് പട്ടർ എന്ന് യഥാർത്ഥത്തിൽ സംഘകാലത്തെ തുടർന്ന് അറിയപ്പെടുന്നത് പ്രൊഫസർമാർക്കാണ്. അപ്പോൾ ആ പട്ടത്താനം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തിരിച്ചും മറിച്ച് എന്ത് പറഞ്ഞാൽ ഒന്നുകിൽ മഹാഭാരതം അല്ലെങ്കിൽ രാമായണം, ഇതല്ലെങ്കിൽ കാളിദാസ കൃതികൾ. റേഡിയോ തുറന്നു കഴിഞ്ഞാൽ കാളിദാസ കൃതികൾ, രാവിലെ കാളിദാസൻ, വൈകിട്ട് വേറൊരു സംഭവം. ഇപ്പം ഈ രീതിയിലുള്ള ചർവണങ്ങളാണ് നടക്കുന്നത്. 8-ാം നൂറ്റാണ്ടിന് ശേഷമുള്ള ഹൈന്ദവീകരിക്കപ്പെട്ട കേരള ചരിത്രമാണ് വൈഷ്ണവിസത്തിൻ്റെയും ശൈവിസത്തിൻ്റെയും ഭക്തി ലഹരിയിൽ, ഇളംകുളം പറഞ്ഞതുപോലെ ഭക്തിയുടെ ലഹരി മോന്തിയാൽ എന്തും സംഭവിക്കാം. അതാണല്ലോ നാം ഇപ്പോൾ ശബരിമലയിലും മറ്റും കാണുന്നത്, തെരുവിൽ കാണുന്നത് അതുതന്നെയാണ്. ഈ ഭക്തിയുടെ ശൈവ വൈഷ്ണവ സംബന്ധത്തിലുണ്ടായ ഒരു ഉണ്ണിയാണല്ലോ ചട്ടമ്പിസ്വാമികൾ താനൊരു ഉണ്ണിയല്ല എന്ന് തിരിച്ചറിഞ്ഞ കാര്യം നാം ഇവിടെ ചർച്ച ചെയ്യുകയുണ്ടായി. എന്ന് പറഞ്ഞതുപോലെ ശൈവിസവും വൈഷ്ണവിസവും കൂടെ വളരെ ഭ്രമാത്മകമായ രീതിയിൽ സംബന്ധത്തിലൂടെ കലർന്നുണ്ടായ ഒരു ഉണ്ണിയാണല്ലോ അയ്യപ്പൻ എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഭക്തിയുടെ ലഹരി മോന്തിയാൽ ഏത് തരത്തിലുള്ള അയുക്തിയും ഏത് തരത്തിലുള്ള അനീതിയും പോലും ദൈവികമായി സാധൂകരിക്കപ്പെടാം. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത്. വേദത്തിലാണ് പുരുഷസൂക്തം ഇരിക്കുന്നത്, ഈ പറയുന്ന പുരാണത്തിലാണ് ഭഗവത്ഗീത ഇരിക്കുന്നത്. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം, അതുപോലെ വർണ്ണസങ്കരം അതിഭീകരമായ പാപമാണ്, അതിനെ തടയണം. വർണ്ണാശ്രമധർമ്മം എന്ന് പറയുന്ന ഈ ഭാരതീയ ധർമ്മത്തിന് ബ്രാഹ്മണ്യധർമ്മമാണ് ഈ വർണ്ണാശ്രമധർമ്മം, ചാതുർവർണ്ണ്യ വ്യവസ്ഥ തന്നെയാണത്.
ആ വർണ്ണാശ്രമധർമ്മത്തിന് എന്തെങ്കിലും ഗ്ലാനി ഉണ്ടായാൽ ഞാൻ അവിടെ അവതരിപ്പിക്കും. വർണ്ണാശ്രമധർമ്മത്തിനെ ആരെങ്കിലും അപകീർത്തിപ്പെടുത്തുകയോ അസ്ഥിരപ്പെടുത്തുകയോ ചെയ്താൽ, ഇപ്പം നിരവധി ഉദാഹരണങ്ങൾ ശംഭൂകൻ മുതൽ കിടക്കുകയാണ്. ശംഭൂകൻ, ബാലി, ഇങ്ങനെ ഒരുപാട് പേരെങ്ങനെ കിടക്കുകയാണ്. ഇവരൊക്കെ കൊല ചെയ്യപ്പെടും. ഞാൻ അവിടെ അവതരിക്കും, ഞാൻ കൊല്ലും. നീ പറയുന്ന ബ്രഹ്മപുരുഷൻ്റെ കയ്യിൽ നിന്ന് ജനിച്ച ക്ഷത്രിയനാണെങ്കിൽ നീ നിൻ്റെ യുദ്ധം ചെയ്യുക, മറ്റൊന്നും നോക്കണ്ട, മുൻപിന്നൊന്നും നോക്കണ്ട. നിനക്ക് ചരിത്രവുമില്ല, നിനക്ക് വർത്തമാനവുമില്ല, ഭാവിയും ഭൂതവും ഒന്നുമില്ല. നിനക്ക് അമ്മപെങ്ങന്മാരോ പിതാക്കന്മാരോ മധുരന്മാരോ സഹോദരങ്ങളോ ഇല്ല. നീ അവരെ കൊല്ലണം. നീ ഒരു ക്ഷത്രിയനാണെങ്കിൽ നിൻ്റെ സ്വധർമ്മം, വർണ്ണാശ്രമധർമ്മം എന്ന് പറയുന്ന കുലധർമ്മം, സ്വധർമ്മം. മഹാത്മാഗാന്ധിജി ഈ വർണ്ണാശ്രമധർമ്മത്തെക്കുറിച്ച് നിർഭാഗ്യകരം എന്ന് പറയാം ഒരു പുസ്തകം വരെ എഴുതി തൻ്റെ നവജീവൻ പ്രസ്സിൽ നിന്ന് അച്ചടിച്ച് അത് പ്രസിദ്ധീകരിച്ച് വിറ്റ മനുഷ്യനാണ് മഹാത്മാഗാന്ധി. അദ്ദേഹത്തിന് ഈ തൊട്ടുകൂടായ്മ മാത്രമായിരുന്നു, ഈ ഐത്തം. ഇപ്പം സ്ത്രീകളുടെ ആർത്തവം എന്ന് പറയുന്ന അടിസ്ഥാന മാനുഷിക സർഗാത്മക ഭാവം, പ്രകൃതിയുടെയും സ്ത്രീകളുടെയും സർഗാത്മകതയുടെ സൂചകമായ ആർത്തവം, മനുഷ്യരക്തം ഐത്തമാണെന്ന് പറയുന്നത് പോലെയാണ്. ഈ അശുദ്ധി സങ്കല്പമാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും വലിയ ഹിംസാത്മകമായ വ്യവഹാരം. ബ്രാഹ്മണ്യത്തിൻ്റെ ശുദ്ധാശുദ്ധി സങ്കല്പം മനുഷ്യവിരുദ്ധമാണ്. ഞാൻ പറഞ്ഞു എൻ്റെ ഉൽപ്പത്തി, മനുഷ്യ ഉൽപ്പത്തിയിൽ പോലും സ്ത്രീകൾക്ക് സ്ഥാനമില്ല. പുരുഷൻ ശരീരഭാഗങ്ങളിലൂടെ മഹാത്മാ ഫൂലെ പറഞ്ഞതുപോലെ വായിലെ ജനനേന്ദ്രിയത്തിലൂടെ മറ്റോ പൗരോഹിത്യ വൃന്ദങ്ങൾക്ക് ജന്മം കൊടുക്കുകയാണ്. ഇത്രയും അസംബന്ധ ജടിലമായ അയിത്തവാദങ്ങൾ, മനുഷ്യയുക്തിക്കോ നീതിക്കോ നിരക്കാത്ത അസംബന്ധങ്ങൾ ദൈവീക സാധൂകരണം കൊടുത്തുകൊണ്ട് മത മേലങ്കി അണിഞ്ഞുകൊണ്ട് അതിനെ സമൂഹത്തിൽ സ്ഥാപിച്ചിരിക്കുകയാണ്. അതിന് യഥാർത്ഥത്തിൽ ചൂട്ടുപിടിച്ചുകൊണ്ട് നടന്നത് നമ്മളെല്ലാവരും തന്നെയാണ്. നമുക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കാരണം വളരെ വ്യക്തമായിരുന്നു മണ്ഡലീകരണത്തെ തുടർന്ന് കൊണ്ടുവന്ന മന്ദിരീകരണവും രഥയാത്രകളും ഹിന്ദു പരിവാരത്തിൻ്റെയും ഇന്ത്യൻ ദേശീയവാദ പാർട്ടിയുടെയും ലക്ഷ്യങ്ങൾ വളരെ സുവിദിതമായിരുന്നു. അത് ഹിന്ദുരാഷ്ട്രത്തിൻ്റെ സ്ഥാപനം തന്നെയാണ്. അതൊരിക്കലും ഒരു ആധുനികമായ ജനായത്ത രാഷ്ട്രത്തെക്കുറിച്ച്, കാരണം ഭരണഘടനയെ തന്നെയാണ് യഥാർത്ഥത്തിൽ അവരുടെ ഏറ്റവും വലിയ അതൃപ്തി. ഈ സാമൂഹ്യനീതി സംവിധാനം അല്ലെങ്കിൽ ഈ അടിസ്ഥാന നൈതിക കരാറായ ജനതയും രാഷ്ട്ര സംവിധാനവും തമ്മിലുള്ള അടിസ്ഥാന നൈതിക കരാറായ ഭരണഘടന തന്നെയാണ് അവരുടെ പ്രാഥമിക ശത്രു എന്ന് ഈ മൂഞ്ചയുടെയോ ഗോൽവൽക്കറുടെയോ സവർക്കറുടെയോ ഒക്കെ രചനകൾ വായിച്ചാൽ പകൽ പോലെ വ്യക്തമാണ്. വിചാരധാരകൾ വായിച്ചാൽ നമുക്കത് വ്യക്തമാണ്. ഇത് ചിലരൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നവരൊക്കെ തന്നെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് ഇപ്പം പ്രളയം വരും പാരിസ്ഥിതികമായ ഇടപെടലുകൾ മാറ്റിമറിക്കലുകൾ നടത്തിയാൽ പ്രളയം വരും എന്ന് പലരും പറഞ്ഞുകൊണ്ടിരുന്നു. വന്നതിന് ശേഷം മാത്രമാണ് അതിൻ്റെ അനുഭവം ഉണ്ടായ ചില മേഖലകളിൽ മാത്രമുള്ള ജനതയ്ക്കാണ് അതിനെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവോ അങ്കലാപ്പോ ഭാവിയെക്കുറിച്ചുള്ള ഒരു കരുതലോ ഒക്കെ ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇത് പ്രളയം വരാത്ത ചില നദികളുടെ കരയിലുള്ളവർക്ക് ഇനിയും അത് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ തങ്ങളെ തേടി വരുമ്പോൾ മാത്രമേ മൂടനക്കൂ, ഞാൻ എന്തെങ്കിലും വാതുറന്ന് പറയൂ എന്ന ഒരവസ്ഥയിലിരുന്നാൽ അതിനൊരു അവസരം ഇനി ഉണ്ടാകണമെന്നില്ല. കാരണം 2019 വളരെ അടുത്തെത്തിക്കഴിഞ്ഞു. ഇപ്പോഴും വിഭജന തന്ത്രങ്ങളിൽപ്പെട്ട് ഉഴലുകയാണെന്നാണ് നമുക്കറിയാം. എങ്ങനെയൊക്കെയാണ് രാഷ്ട്രീയ സമവാക്യങ്ങൾ ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് സാധ്യതയുണ്ടോ എന്നൊക്കെ വിചിന്തനം ചെയ്യേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, അത് മറ്റൊരു മേഖലയാണ്. എന്നെ തുടർന്ന് വരുന്ന പ്രഭാഷകർ ഈ കാര്യത്തിൽ വളരെ കാര്യങ്ങൾ പറയാനുള്ളവരാണ്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ചില ആമുഖമായി ബ്രാഹ്മണ്യത്തെക്കുറിച്ചുള്ള വിമർശം, ജാതി വ്യവസ്ഥയും വർണ്ണാശ്രമധർമ്മത്തെക്കുറിച്ചുമുള്ള വിമർശം, അത് നമ്മുടെ സമൂഹത്തിൻ്റെ വിമർശബോധത്തിൻ്റെ, നീതിവിചാരത്തിൻ്റെ, സാമൂഹ്യ സമീക്ഷയുടെ കാതലും കേന്ദ്രവുമായി വർത്തിക്കേണ്ടതാണ്. നിരന്തരം ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളും ഉത്കണ്ഠകളും ഇതിനെക്കുറിച്ചുള്ള ആശയ സംവാദങ്ങളും വളരെ സജീവമായ, ഇപ്പോൾ ഇവിടെ സംഘാടകർ സൂചിപ്പിച്ചതുപോലെയുള്ള സാമൂഹ്യ പ്രക്ഷോഭങ്ങളും
വളരെ സജീവമായി മുന്നോട്ട് കൊണ്ടുവരേണ്ട ഒരു അവസരമാണ്. നീതിയും നിയമവും ആധുനികതയും നാഗരികതയും ഒക്കെ തന്നെയാണ് ഇവിടെ വെല്ലുവിളിക്കപ്പെടുന്നത്. അതിനെ ചെറുക്കേണ്ടത് സാക്ഷര കേരളത്തിൻ്റെ, ജനായത്ത കേരളത്തിൻ്റെ സാംസ്കാരിക ബോധമുള്ള, സാമൂഹ്യ ചരിത്രബോധമുള്ള, നീതിബോധമുള്ള എല്ലാ പൗരന്മാരുടെയും, ഇന്ത്യൻ നിയമവ്യവസ്ഥയിലും ഇന്ത്യൻ ഭരണഘടനയുടെ ഈ പറയുന്ന നൈതിക കരാറിലും കൂറുള്ള എല്ലാ പൗരന്മാരുടെയും ഒരു വളരെ അടിയന്തിരമായ ഒരു ആവശ്യവും ധർമ്മവുമാണ്. അതിലേക്ക് നാം ഉണർന്നെണീക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് നമുക്കുള്ളത്. തുടർന്ന് വരുന്ന ആശയ സംവാദങ്ങളെ ശ്രവിക്കുവാൻ വേണ്ടി ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി.